നമസ്കാരം. നാളെ ജൂലൈ 23 ബുധനാഴ്ചയാണ്. നാളത്തെ ദിവസം രാശി പ്രകാരം നോക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക്, രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നാളെ പ്രത്യേകിച്ചും ചെയ്യുന്നതും ശുഭകരമാണ്. അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകയിരം, തിരുവാതിര, പുണർതം എന്നീ നാളുകാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം അമിതമായ സമ്മർദ്ദങ്ങൾ കൂടാതെ ചുമതലകൾ നിർവഹിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറാം. കൃത്യമായ കണക്കുകൂട്ടലുകൾക്കൊപ്പം കർമ്മരംഗത്തെ പരിചയം പോലും ചിന്തകൾ പോലും നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന സമയമാകാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാകും വിധം, അതായത് മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കും വിധം സംസാരിക്കുവാനോ പ്രവർത്തിക്കാനോ സാധിക്കും. തൊഴിലുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് സഹകരണം ലഭിക്കുന്ന സമയമാണ്. തെറ്റിദ്ധാരണകൾ പലർക്കുമുണ്ട്, എങ്കിലും അത് പലരിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്ന ദിവസമാണ്. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചെയ്യുന്നതായ കാര്യങ്ങളിൽ അല്പമൊന്ന് കരുതൽ വേണ്ടതായ ദിവസം തന്നെയാണ്. വാക്കുകളിൽ നീതിയും ന്യായവും നിറയുന്നതായ ദിവസമായിരിക്കും. കൃത്യമായ ഇടപെടലുകൾ നിങ്ങൾക്കുണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ബഹുമാന്യത, സ്വീകാര്യത, സ്നേഹം എന്നിവ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകും. ധനവരവ് തൃപ്തികരമായിരിക്കും എന്നുള്ളതാണ്. ബന്ധങ്ങളുടെ ദാർഢ്യം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രണയികൾക്കും അനുകൂലമായ ഒരു ദിവസം തന്നെയായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച സമ്മർദ്ദങ്ങൾ ഉണ്ടാകണം എന്നില്ല. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾക്ക് ഉത്കണ്ഠ ഉയരുവാനുള്ള സാധ്യതകളുണ്ട്. വികാരക്ഷോഭം നിയന്ത്രിക്കേണ്ടതായ ദിവസമാണ്. തർക്കങ്ങൾ, കലഹങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതായ ദിവസമാകുന്നു. പല കാര്യങ്ങളിലും തയ്യാറെടുപ്പുകൾ നടത്തുകയും അത് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ധനപരമായ നേട്ടങ്ങൾക്കുള്ള ചില അവസരങ്ങൾ വന്നു ചേരാം. ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് നേട്ടങ്ങളോ സന്തോഷകരമായ നിമിഷങ്ങളോ സമ്മാനിക്കാം. പൊതുവിൽ ഇന്നേ ദിവസം ഭാഗ്യം തുണയ്ക്കുന്ന ദിവസമാണ്. എങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തണം. ധനവിനിയോഗവുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ പുലർത്തേണ്ടതായ ദിവസമാണ്. ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. കാരണം ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് മഹാവിഷ്ണു ഭഗവാനെ അല്ലെങ്കിൽ വിഷ്ണു അവതാരങ്ങളെ, ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും, തന്നാൽ കഴിയുന്ന വഴിപാടുകൾ, പ്രത്യേകിച്ചും സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ഇന്നേ ദിവസം രാമായണം പാരായണം ചെയ്യുകയും ഏകശ്ലോക രാമായണം സാധിക്കാത്തവർ ഒരു തവണയെങ്കിലും ജപിക്കുന്നതും ശുഭമായി ഭവിക്കും. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നാളുകാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പാരിതോഷികങ്ങൾ ലഭിക്കാം. ഇഷ്ടഭക്ഷണം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരാം. സന്ദർഭോചിതമായ ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കുന്ന ദിവസമായി മാറാം. ശത്രുക്കളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങൾ വിചാരിക്കുന്ന അത്രയും മോശമാകണം എന്നില്ല. തൊഴിൽപരമായ വളർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാണ്. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ താൽക്കാലിക ജോലിയാണ് എങ്കിലും ലഭിക്കാം. കുടുംബത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചെറിയ വരുമാന മാർഗമെങ്കിലും തുറന്നു ലഭിക്കാം. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. സംതൃപ്തി വന്നു ചേരുന്ന സമയമാണ്.
കാര്യനിർവഹണത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് മനസ്സിൽ അകാരണമായ വിഷാദങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ വിചാരിക്കുകയാണ് എങ്കിൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ആത്മസംതൃപ്തി ചില കാര്യങ്ങളിൽ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ചില പ്രവർത്തനങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല. അതിനാൽ ചെയ്യുന്നതായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. നിങ്ങൾ ശ്രമിച്ചാലും ചില കാര്യങ്ങൾ വേഗതയിൽ എത്താത്തതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നിർലോഭമായ സഹകരണം, പിന്തുണ പലരിൽ നിന്നും ലഭിക്കാം. കരുതലോടെ തന്നെ കാര്യങ്ങളെ നീക്കേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. പല കാര്യങ്ങളിലും ആശാവഹമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. അധിക ഭാരം ഉദ്യോഗസ്ഥർക്ക് വന്നു ചേരാം. കൂടാതെ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതായ ദിവസമാണ്. ധനവിനിയോഗത്തിൽ ശ്രദ്ധ പുലർത്തണം. പ്രത്യേകിച്ചും ചെലവുകൾ അല്പമൊന്ന് നിയന്ത്രിക്കേണ്ടതായ ദിവസമാണ്. ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറാം. ഇന്നേ ദിവസം തീർച്ചയായും വിഷ്ണു ക്ഷേത്രത്തിൽ, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഈ ദേവതകളുടെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ടു പോകുന്നതും ഉത്തമമാണ്. സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് എങ്കിൽ ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ഭാഗ്യസൂക്തം വഴിപാടായി നടത്തുന്നതും ശുഭകരമാണ്. ഇന്നേ ദിവസം രാമായണം പാരായണം ചെയ്യുകയോ ഏകശ്ലോക രാമായണം ഒരു തവണയെങ്കിലും ജപിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. കാര്യങ്ങൾ കുറച്ചൊക്കെ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസമാണ്. പല മുൻകരുതലുകളും ഫലം കണ്ട് തുടങ്ങുന്ന ഒരു ദിവസമായി മാറാം. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ അനുകൂലമായ ഫലങ്ങൾ, പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സ്ഥിതിഗതികൾ ക്രമേണ അനുകൂലമായി തീരുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ഭാവി കാര്യങ്ങളിൽ ഇപ്പോൾ ചർച്ച ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എങ്കിലും അത് അപ്രസക്തമായി തീരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുകയും വിപണിയിൽ ചെറു ചലനങ്ങൾ സൃഷ്ടിക്കാം. ലാഭം അല്പം നേടിയെടുക്കുവാൻ സാധിക്കാം. പല കാര്യങ്ങളിലും ശ്രദ്ധ നഷ്ടമാവുകയും എന്നാൽ അത് ദോഷമായി ഭവിക്കുകയും ചെയ്യാം. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം പല വിധത്തിലും ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. എന്നാൽ അമിതമായ ചിന്തകൾ ദോഷം ചെയ്യും എന്ന കാര്യം ഓർക്കണം. ഭൗതിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ആത്മീയ സാധനകൾക്കും നേരം കണ്ടെത്തുവാൻ സാധിക്കും. ജോലിയിൽ സമാധാനം പുലരുന്നതായിരിക്കും. ക്രയവിക്രയങ്ങളിൽ നിയമസാധുത ഉറപ്പുവരുത്തേണ്ടതായ ദിവസമാണ്. ആഡംബര കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കും. അല്ലെങ്കിൽ ചെലവുകൾ അല്പമൊന്ന് അധികരിക്കാവുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. കലാകാരന്മാർക്ക് അനുകൂലമായ ദിവസമായി തന്നെ മാറാം. അഭിപ്രായങ്ങൾ പറയുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് വിധിയിൽ അല്പമൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഉദ്യോഗസ്ഥർക്ക് അധിക ഭാരം വരാനിടയുണ്ട്. പ്രണയകാര്യത്തിൽ തീരുമാനം വന്നു ചേരുക, പ്രണയികൾക്ക് അനുകൂലമായ ദിവസം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ സുഹൃത്തുക്കളുടെ ഒത്തുചേരൽ, വേണ്ടപ്പെട്ടവരുടെ ഒത്തുചേരൽ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല വഴികളിലൂടെയും ധനം വന്നു ചേരാനുള്ള വഴികൾ തെളിയും. അത് കൃത്യമായി തന്നെ വിനിയോഗിക്കേണ്ടതാണ്. കടബാധ്യതകൾ കുറയ്ക്കുവാൻ സാധിക്കുകയോ ചില പോംവഴികൾ കണ്ടെത്തുവാൻ സാധിക്കുകയോ ചെയ്യാം. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങിയെടുക്കുവാൻ സാധിക്കും, അതായത് സ്വന്തമാക്കുവാൻ സാധിക്കും. കഴിവുകളിൽ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായ ദിവസമാകുന്നു. ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. കുടുംബാംഗങ്ങൾക്കൊപ്പമോ അല്ലാതെയോ യാത്രകളോ ആത്മീയ യാത്രകൾക്കോ സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും അല്പം ആശ്വാസം വന്ന് ലഭിക്കാവുന്നതുമാണ്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. തടസ്സങ്ങൾ വന്നാലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രത്തിലോ ദർശനം നടത്തുകയും നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ശുഭമായി ഭവിക്കും. രാമായണമോ അല്ലെങ്കിൽ പാരായണം ചെയ്യാൻ സാധിക്കാത്തവർ ഏകശ്ലോക രാമായണം ഒരു തവണയെങ്കിലും ജപിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്ന ദിവസമാണ് എങ്കിലും ചില തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമാധാനം അല്പം കുറയുവാനുള്ള സാധ്യതകളുണ്ട്. ചുമതലകൾ ചിലത് നിറവേറ്റപ്പെടേണ്ടതായ ദിവസമായി മാറാം. കൂടാതെ ചിലരുടെ പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും. പ്രണയികൾക്ക് അനുകൂലമായ ദിവസമായി തന്നെ മാറാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട പിണക്കങ്ങൾ അത് തരണം ചെയ്യാൻ സാധിക്കും. കലാപരമായ കാര്യങ്ങളിൽ വിജയങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങൾ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. ഇന്നേ ദിവസം ചെലവ് അല്പമൊന്ന് വർദ്ധിക്കാനുള്ള സാധ്യതകളും കാണുന്നു. കർമ്മരംഗത്ത് ശോഭിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതായത് തടസ്സങ്ങൾ തരണം ചെയ്ത് ഇത്തരത്തിൽ ശോഭിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. കാര്യാസൂത്രണവും കാര്യനിർവഹണവും ഒരേപോലെ തന്നെ ചെയ്യുവാൻ സാധിക്കും. പുതിയ ജോലി തേടുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ തന്നെ വന്നു ചേരാം. ശുഭകാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ മനസ്സിന് സന്തോഷം നൽകുന്നതായ പ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചു എന്ന് വരാം. ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം. യാത്രകൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. ധനപരമായ രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ധനാഗമം വന്ന് ചേരാവുന്ന ദിവസമാണ്. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും അലച്ചിൽ ഉണ്ടാകുവാനും ദേഹക്ലേശം അല്പമൊന്ന് അനുഭവപ്പെടാനും സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം കാര്യങ്ങൾ മുടക്കം കൂടാതെ നിർവഹിക്കാൻ സാധിക്കും എങ്കിലും ജോലിഭാരം വർദ്ധിക്കുന്ന ദിവസമായി മാറാം. കൂടാതെ ഇന്നേ ദിവസം തൊഴിലിടത്തിൽ സമാധാനം വന്നു ചേരും എങ്കിലും അത്തരം ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ അല്പമൊന്ന് പ്രയാസപ്പെടേണ്ടതായി വരാം. ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ സാധിക്കും എങ്കിൽ പോലും ശ്രദ്ധ പുലർത്തണം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമായി തീരാം. കുടുംബാംഗങ്ങൾക്ക് നിർദ്ദേശങ്ങൾ പകരുവാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ സ്വൈര്യം നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അധ്വാനം പാഴാവില്ല എന്ന കാര്യവും ഓർക്കണം. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ആദായം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ച് തുടങ്ങാവുന്നതുമാണ്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം അനുകൂലമാണ് എങ്കിലും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ധനവിനിയോഗത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചെലവിന്റെ കാര്യത്തിലും ശ്രദ്ധ പുലർത്തുക. വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുകയും ഭഗവാന് പ്രത്യേകിച്ചും നെയ്വിളക്ക് നടത്തി പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ ശുഭകരമായി തീരും. രാമായണം പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ ഏകശ്ലോക രാമായണം ഒരു തവണയെങ്കിലും ജപിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും.